ഇല്ല, ഇയാളായിട്ട് ഒരു മുൻപരിചയവും ഇല്ല. ഇല്ല ഇല്ല, അറിയത്തില്ല. ഞങ്ങൾ കയറിയത് ആലുവേന്നാ. ഇല്ല ഇല്ല, അറിയത്തില്ല. അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അത് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ, വേറൊന്നും അറിയത്തില്ല. ഇയാൾ ശല്യപ്പെടുത്തുകയും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് ഒരു സാധാ രീതിയിൽ ഞങ്ങൾ നിൽക്കുമായിരുന്നു. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് അവള് വാഷ്റൂമിൽ പോയിട്ട് ഇറങ്ങി പുറത്ത് നിൽക്കുമായിരുന്നു. നിന്നിട്ട് പുറത്തോട്ട് നോക്കി നിൽക്കുമായിരുന്നു. അപ്പം ഞാനും പുറത്ത് ഇറങ്ങി വന്ന ടൈമിൽ ഈ പുള്ളി അങ്ങ് ചവിട്ടി അങ്ങ് തള്ളിയിട്ട് അവളെ നടുവിന് ചവിട്ടി അങ്ങ് തള്ളിയിട്ട്. കൂട്ടുകാരി പുറത്തേക്ക് വീണു, അപ്പോൾ നിങ്ങൾ ഉള്ളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അയാൾ സംസാരിച്ചു? എന്നിട്ട് ആ സെക്കൻഡ് തന്നെ അവളെ ചവിട്ടിയിട്ട് ആ സെക്കൻഡ് തന്നെ എന്റെ കൈ എന്റെ കാലിനെയും പിടിച്ച് കഴിഞ്ഞാൽ എന്നെ പകുതി പുറത്തിട്ട് അയാള്. പകുതി പുറത്തായി. ഞാൻ ഒരു അങ്കിളാ എന്നെ പിടിച്ച് മേളിലോട്ട് കയറ്റിയത്. അന്നേരം അയാള് കമ്പാർട്ട്മെന്റിൽ തുടരുകയാണല്ലോ, എന്തെങ്കിലും പറഞ്ഞോ നിങ്ങളോട്? അത് കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെയുള്ള ചേട്ടന്മാരെല്ലാം ഇയാളെ അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേഷൻ കറക്റ്റാ പറയാൻ എനിക്ക് അറിയത്തില്ല. ഇയാള് എത്ര മണിക്കൂറുകൂടിയാണ് അതൊന്നും എനിക്ക് അറിയത്തില്ല. പ്ലീസ്. കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിയുടെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. യാതൊരു പ്രകോപനവും കൂടാതെയാണ് ഈ അക്രമി ആക്രമിച്ചത് എന്നാണ് പറയുന്നത്. തന്നെയും കൂട്ടുകാരിയോടൊപ്പം തള്ളിയിടാൻ ഇയാൾ ശ്രമിച്ചു. കൂടെയുള്ള സഹയാത്രികനാണ് രക്ഷപ്പെടുത്തിയത്. പിന്നീട് ആ ട്രെയിനിലുള്ളവർ ഇയാളെ പിടിച്ചു വെക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പിന്നീട് പോലീസിലേക്ക് കൈമാറിയതെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി മേഘനാമരുടെയും ഷഫീദ് റാവുത്തറും ചേർന്നുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് വൈദ്യപരിശോധനയ്ക്കായി പ്രതിയെ എത്തിച്ചതിന്റെ ദൃശ്യങ്ങളാണ്. ഇയാൾ തന്നെയാണ് പ്രതിയെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ആ പെൺകുട്ടി. ഇവർ നേരിട്ട് കണ്ടതാണ്. ഒപ്പം മാത്രമല്ല, ഇവർ മറ്റ് യാത്രികരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും നേരിട്ട് കണ്ടതാണ്. ഇയാൾ തന്നെയാണെന്ന്, ഇയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്നാണ് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാക്കുന്നത്. പക്ഷേ അതേസമയം ഇതിൽ നിന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നൊരു ക്ലാരിഫിക്കേഷൻ വരേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.